സെയിം ഈ പറയുന്ന ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ കേസിലും ലാക്ടോസ് ഇൻടോളറൻസ് എന്നൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതിന് കുറച്ച് നാളായിട്ടേ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ ഡോക്ടറല്ല, കുറച്ച് നാളായിട്ടേ ഉള്ളൂ. ഇപ്പോൾ അതെന്തുകൊണ്ട് എങ്ങനെ കുറച്ച് കൂടുതൽ സത്യം പറഞ്ഞാൽ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ മിൽക്കിനകത്തുള്ളൊരു സാധനമാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. അതിനോട് ശരീരം പ്രതികരിക്കുന്നതാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം നമ്മുടെ ശരീരത്തിലുണ്ട്. അത് മിൽക്കിൻ്റെ ഈ പ്രോട്ടീനെ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് ജന്മന ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും. കുട്ടികളിൽ കൂടുതലായിട്ട് ഇല്ലാത്തൊരവസ്ഥയും വളർന്നു വരുമ്പോഴത്തേക്ക് അത് ലാക്ടേസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും. അല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ ലാക്ടേസിൻ്റെ അളവ് പല രീതിയിലും പല മെക്കാനിസം കൊണ്ടിട്ട് കുറയുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും. നമ്മൾ ഗട്ടിൻ്റെ മൈക്രോബയോട്ടയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു കാലയളവിൽ നമ്മൾ കൂടുതൽ ഇത് മിൽക്ക് പ്രൊഡക്ട്സ് എന്നാണ് അനുഭവിക്കുന്നത്. കൂടുതൽ കണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള സാഹചര്യങ്ങൾ കൊണ്ടിട്ടും ഈ മിൽക്ക് പ്രൊഡക്ട്സിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് ഇൻടോളറൻസ് കൊണ്ടിട്ടും നമ്മൾ അതിനെ കൂടുതൽ അറിയാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് നേരത്തെ ഉണ്ടൊരു സംഭവമാണത്. നേരത്തെ നമ്മൾ ജനിക്കുമ്പോഴേ ഒരു പക്ഷേ നമ്മുടെ അവയർനെസ് കൂടിയത് കൊണ്ട് നമ്മൾ കൂടുതൽ അലർട്ടാവുന്നു എന്നുള്ളതാണ്.